ഡീൽ വിഭാഗത്തിൽ വി.ഡി. സതീശൻ അടക്കം പറയുന്നത് തൃശ്ശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണം. അതാ ഞാൻ പറഞ്ഞത്, എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊന്നും എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊന്നും നാട്ടിൽ ചിലവാകാൻ പോകുന്നില്ല. നാടിനും ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളെയും പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അറിവും ഒരു തരത്തിലുള്ള അംഗീകാരവും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കരുതണ്ട. ഡീലിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ ഏതോ RSS നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെയും ശ്രദ്ധയിലില്ല. ഒരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, അത് ഇദ്ദേഹം തന്നെ 1-2 ഘട്ടങ്ങളിൽ RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗതികേടൊന്നും ഞങ്ങൾക്കൊരു കാലമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനുമില്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്തു പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതേവരെ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാടാണ് ഈ ഡീൽ വിവാദം ആദ്യമായിട്ട് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഈ ഒരു അജണ്ട നിശ്ചയിക്കുന്നതും UDF ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണോ ഈ പാലക്കാട് പോലുള്ള സ്ഥലത്ത് ഡീലാരോപണം ഉന്നയിക്കുന്നതാണോ കരുതുന്നത്? അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല. അജണ്ട നിശ്ചയിക്കുന്നത് UDFൻ്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, അനുകൂലം, അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമാട ഉണ്ടാക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ നല്ല അവസരം അവർക്കുണ്ടായിരുന്നില്ലേ അസംബ്ലിയിൽ? ഈ കഴിഞ്ഞ അസംബ്ലി, നമ്മുടെ നിയമസഭാ സമ്മേളനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമല്ലേ? അതിനകത്തല്ലേ ഈ പറയുന്ന എല്ലാം ഉന്നയിക്കേണ്ടത്? ഒരക്ഷരം സംസാരിച്ചു. അവിടെ നയപ്രഖ്യാപനത്തെ പറ്റി 3 ദിവസം സംസാരിക്കുക, നമ്മുടെ ബജറ്റിനെ കുറിച്ച് 3 ദിവസം സംസാരിക്കുക. ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായി. അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കായിരുന്നല്ലോ. മന്ത്രിമാർക്കൊക്കെ എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. സാധാരണ പ്രതിപക്ഷം എടുക്കുന്നൊരു അവകാശമല്ലേ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. അവിശ്വാസം പാസ്സാകുന്നില്ല, എന്നാലും ഒരു അവസരമാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയാൻ. ഭരണകക്ഷി അങ്ങനെ എരിവരി കൊള്ളിക്കാൻ പറ്റുന്നൊരു അവസരമില്ല. എന്തേ ഉപയോഗിക്കാതിരുന്നത്? എന്താ അവരാരും അതിനകത്ത് തയ്യാറാകാതിരുന്നത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അവർ ഇത്തരം വേദികളിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ തയ്യാറല്ല. കാരണം കിട്ടുന്ന മറുപടി കനത്തതായിരിക്കും. വസ്തുതകളാണ് പറയുക. അത് കേട്ട് അവരാണ് എരിവരി കൊള്ളേണ്ടി വരിക. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായത്. ഇവിടെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ വിജയിക്കാനാണ് പോകുന്നത്. നല്ല സ്വീകാര്യത ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനം? നേരത്തെ ഗുരുവായൂരിലൊരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു BJP നേതാവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഏകദേശം അതിന് സമാനമല്ലേ ഇവിടെ പറഞ്ഞ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ സുന്ദരസ്വാമി ആയിരുന്നില്ലേ ഇവിടെ കുറേ കാലം MLA ആയിട്ടുണ്ടായിരുന്നു? ആ സുന്ദരസ്വാമിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ചരിത്രമല്ലേ? നൗഷാദായിരുന്നില്ലേ? ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹം? ഇപ്പോൾ ഈ ജില്ലയിലെ നേതാവല്ലേ അദ്ദേഹം? ഏത് തരത്തിലാണ് പാലക്കാട് സ്വീകരിച്ചത്? അപ്പോൾ തെറ്റായൊരു പ്രചരണം മറ്റൊരു ആംഗിളിലൂടെ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ആരോപണം അതിൻ്റെ വഴിക്കൊക്കെ പോകും. ഞങ്ങൾ നല്ല നിലക്ക്
ജയിച്ചു വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ബാക്കി കാര്യം പിന്നെ ബാക്കി പിന്നെ രാഹുലിനെ പിന്നാലെ പാലക്കാട് കൗൺസിലർക്കെതിരെ ഒരു പ്രീപീഡന ആരോപണം പറഞ്ഞിട്ടുണ്ട്. 22 വയസ്സുള്ള ദളിത് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നാണ് അറിയുന്നത്. ആ വിഷയത്തിൽ കൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.